അപ്പുവേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ പീസായിട്ടുള്ള കാമായിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ ആ ക്വാളിറ്റി തന്നെയാണ് ആദ്യം എന്നെ അട്രാക്ട് ചെയ്തത്. പിന്നെ എല്ലാവരും ലവ് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ മ്യൂച്വൽ ഫ്രണ്ട്സ് വഴിയാണ് ഞങ്ങൾ ലവ് സ്റ്റാർട്ട് ചെയ്തത്. ഇത്രത്തോളം സന്തോഷമുണ്ട് എന്നുള്ളതിലുപരി ഞങ്ങൾ ഭയങ്കരമായിട്ട് ലോങ് ഡിസ്റ്റൻസ് ആയിരുന്നു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പം ഇനിയുള്ള അങ്ങോട്ടുള്ള കാലം ഒരുമിച്ച് എല്ലാ മൊമെന്റും ഉണ്ടാവും എന്നുള്ള സന്തോഷമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ. അതെ, പ്രദക്ഷിണ വീതികൾ ഇടറിവിണ്ട പാതകൾ എന്നും ഹൃദയ സംഗമത്തിൻ ശിവേലികൾ തൊഴുതു. ഈ പ്രദക്ഷിണ വീതികൾ ഇടറിവിണ്ട പാതകൾ എന്നും ഹൃദയ സംഗമത്തിൻ ശിവേലികൾ തൊഴുതു. കണ്ണുകളാൽ അർച്ചന, മൗനങ്ങളാൽ കീർത്തനം, എല്ലാം അറിയും നീ ഗോപുരവാദി. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കുന്നാഥന്റെ മുമ്പിൽ. പാടുവതും രാഗം നീ തേടുവതും രാഗം. ഞാനും അറിയാതെ കണ്ണു നിറഞ്ഞു പോയി. ഞാൻ വിചാരിച്ചില്ല, നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരില്ലേ, അതുപോലെ കണ്ണിങ്ങനെ നിറഞ്ഞു പോയി താലി കെട്ടിയതിന് ശേഷം അറിയാതെ. നിന്റെ നീലരജനികൾ നിദ്രയോടുമിടയവേ ഉള്ളിലുള്ള കോവിലിലെ നട തുറന്നു കിടന്നു. അന്നു കണ്ട നീയാരോ ഇന്നു കണ്ട നീയാരോ, എല്ലാം കാലത്തിൻ ഇന്ദ്രജാലങ്ങൾ. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കുന്നാഥന്റെ മുമ്പിൽ. പാടുവതും രാഗം നീ തേടുവതും. 6 വർഷമായി ഈ ഒരു മൊമെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. സന്തോഷം എന്ന് പറയാൻ പറ്റില്ല, അതിന് എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ആണ്. കാരണം ഇത്രയും കാലം സത്യം പറഞ്ഞാൽ ലിറ്ററലി ലോങ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് അക്കരക്കരെ നിന്നും മടുത്തിരിക്കുന്നു. ഇനി ഒരുമിച്ച് എപ്പോഴും ഉണ്ടാവുക എന്നുള്ളതാണ് ഈ ഒരു മൊമെന്റിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഫോർവേഡായിട്ട് ചിന്തിക്കുമ്പോൾ സന്തോഷിക്കാനുള്ളത്. ഈ മൊമെന്റ് ഇനി തിരിച്ചു കിട്ടില്ല അറിയാം, പക്ഷെ എന്താണെന്നറിയില്ല, ലൈഫിലെ ഏറ്റവും വലിയൊരു സംഭവത്തിലൂടെ കടന്നു പോയ പോലെയാ തോന്നുന്നത്.